topic here to discuss is entropy. So, Clausius ആണ് ആദ്യമായിട്ട് entropy എന്നുള്ള ടേം thermodynamics ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു എക്സ്റ്റെൻസീവ് വേരിയബിൾ ആണ് which depends upon number of moles in the substance. The quantity which is constant during an adiabatic processനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എൻട്രോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് 4 വേരിയബിൾസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി അല്ലെ. തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് പറഞ്ഞപ്പോൾ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. The quantity which is constant during an adiabatic process is known as എന്തെന്ന് പറയുന്നത് എൻട്രോപ്പി. അതുകൊണ്ട് തന്നെ അഡിയാബാറ്റിക് പ്രോസസ്സിനെ നമുക്ക് വേറൊരു പേര് കൂടെ ഉണ്ടായിരുന്നു, ഐസെൻട്രോപിക് പ്രോസസ്. ദ എൻട്രോപ്പി എന്ന് പറയുന്നത് ദ ഗോസ്റ്റി ക്വാണ്ടിറ്റി ഇൻ തെർമോഡൈനാമിക്സ് ആണ്. ഇതിന് എന്തെന്ന് പറയുന്നുണ്ട്, ഗോസ്റ്റി ക്വാണ്ടിറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു ക്വാണ്ടിറ്റി, ഒരു പുറമേന്ന് വന്നൊരു ക്വാണ്ടിറ്റി എന്നുള്ള ഇതിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പിന്നെ തെർമൽ ഇനേർഷ്യ ഇൻ ഫിസിക്സിലുള്ള പോലെ തന്നെ ഇനേർഷ്യ ഒരു നിഗൂഢത നിറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫിസിക്സിൽ. അതുപോലെ തന്നെ തെർമൽ ഇനേർഷ്യൽ ക്വാണ്ടിറ്റിയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്, which measures the degree of disorder in the system. Entropy is the quantity which relates the macroscopic and microscopic world relate ചെയ്യുന്നുണ്ട് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ടേം by a relation called Boltzmann's equation. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെയും തെർമോഡൈനാമിക്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ബോൾട്സ്മാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് എൻട്രോപ്പി എന്നാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റാത്ത വേൾഡ് ആണ്. ക്വാണ്ടം വേൾഡിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് വേൾഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് റൺ ചെയ്യുന്നു, അതുപോലെ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒക്കെ ഇതിൽ വരുന്നതാണ് മൈക്രോസ്കോപ്പിക് വേൾഡ് ആണ്. മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പ്രഷർ, എൻട്രോപ്പി ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. സോ വിത്ത് ദ ക്വാണ്ടിറ്റി വിച്ച് റിലേറ്റ്സ് ദ മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് വേൾഡ് ഈസ് ദ എൻട്രോപ്പി by the relation S is equal to K log omega. This is K is known as the Boltzmann constant and omega is known as the disorder parameter. ഇനി നമുക്ക് നോക്കാം കൺസെപ്റ്റ് എന്താണ് എൻട്രോപ്പിന്റെ നോക്കാം. അതിനു വേണ്ടി നമുക്കൊരു PV ഡയഗ്രാം വരയ്ക്കാം. അതിൽ ഒരുപാട് എന്തുണ്ട്, ഒരുപാട് ഐസോതേർംസ് ഉണ്ട്. ദാറ്റ് ഈസ് T1, T2, T3 ഇതൊക്കെ ഐസോതേർംസ് ആണ്. ഐസോതേർംസ് എന്ന് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഐസോതേർംസ് വരുന്ന PV ഡയഗ്രത്തില്. ഈ L M എന്ന് പറഞ്ഞ 2 അഡിയാബാറ്റിക്സ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യണം എൻട്രോപ്പിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും എന്താണ്, അഡിയാബാറ്റിക്സ് ആണ്. അപ്പൊ 2 ഐസോതേർംസിനെ 2 അഡിയാബാറ്റിക്സ് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഫോംസ് എ കാർനോട്ട് സൈക്കിൾ ഫോം ചെയ്യും. 2 അഡിയാബാറ്റിക്സും അതുപോലെ 2 അഡിയാബാറ്റിക്സും 2 ഐസോതേർംസും വരികയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ABCD എന്ന് പറയുന്നത് ഒരു കാർനോട്ട് എഞ്ചിൻ ആണ്, അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിൾ ആണ്. എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല, ദിസ് റെപ്രസെന്റ് എ കാർനോട്ട് സൈക്കിൾ. അതുപോലെ തന്നെ CEFD എന്ന് പറയുന്നതും ഒരു എന്താണ്, കാർനോട്ട് സൈക്കിൾ ആണ്. ഓക്കെ, സോ എഫിഷ്യൻസിന് നമുക്ക് ദിസ് ഇസ് എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ദാറ്റ് ഇസ് 1 - Q2 / Q1. ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കാർനോട്ടിന്റെ എഫിഷ്യൻസി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും, Q2 / Q1 = T2 / T1. അവിടെ അങ്ങനെ കിട്ടിയ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ പിന്നെ പഠിക്കും എന്താണ് അതിന്റെ ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന്. സോ ഇവിടെ Q2 / T2 എന്ന് പറഞ്ഞാൽ Q1 / T1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻ കിട്ടും, Q1 / T1 = Q2 / T2. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് എടുക്കാം, അതായത് CEFD എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കിൾ എടുക്കാം. സൈക്കിൾ എടുക്കുന്ന സമയത്ത് 1 - Q3 / Q2 = 1 - T3 / T2. അതൊന്നും നമുക്ക് എന്ത് കിട്ടും, Q2 / T2 = Q3 / T3 കിട്ടും. അതുപോലെ എത്ര റിലേഷൻസ് എടുത്താലും, എത്ര സൈക്കിൾസ് എടുത്താലും ഇത് നമുക്ക് എന്ത് കിട്ടും, Q1 / T1 = Q2 / T2 = Q3 / T2. അങ്ങനെ റിലേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും, Q/T is a constant ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ കോൺസ്റ്റന്റിനെ നമുക്ക് എന്താന്നാ പറയാൻ പറ്റുന്നത്, ദിസ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമുക്ക് എന്തെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും, എൻട്രോപ്പി ആണ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ സ്മോൾ ചേഞ്ച് ആയിട്ടാണ് നമുക്ക് എപ്പോഴും ഹീറ്റ് മെഷർ ചെയ്യാൻ പറ്റുക. ആ സമയത്ത് ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ റിലേറ്റീവ് ടു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിട്ടാണ്. സ്മോൾ ചേഞ്ച് ഇൻ ഹീറ്റ് ആണ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത്. നമുക്ക് ഡെൽറ്റ ഇട്ട് കൊടുക്കാം.
പിന്നെ ചേഞ്ച് ഇൻ എൻട്രോപ്പി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ds is equal to delta q by t. സോ ടോട്ടലി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് എ പോയിന്റ് ഫംഗ്ഷൻ, അതായത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എൻട്രോപ്പി. സോ SA to SB ds എന്ന് പറഞ്ഞു കൊടുക്കാം. സോ SB മൈനസ് SA എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ A to B dq by t. ഇതാണ് എന്തെന്ന് പറയുന്നത്, എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ എൻട്രോപ്പി ഈസ് ആക്ച്വലി ds is equal to dq by t ആണ്. ഡെൽറ്റ q by t ആണ് അതിന്റെ ഫോർമുല. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡിഫറെന്റ് പ്രോസസ്സിൽ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ കാർനോട്ട് സൈക്കിളിലെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താ നോക്കാം. ഹിയർ ഫോർ എ കാർനോട്ട് സൈക്കിളിൽ ഗെയിൻ എൻട്രോപ്പി ഗെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രോസസ്സിൽ ഇറ്റ് ഈസ് Q1 by Q2 അല്ലെ. സൈക്കിൾ ഒന്നിൽ ഗെയിൻ ചെയ്യാണ്, ഒന്നിൽ ലോസ് ചെയ്യാണ് സൈക്കിൾ വരുമ്പോ വരും. സോ ഗെയിൻ ഇൻ എൻട്രോപ്പി നമ്മൾ പോസിറ്റീവ് ആയിട്ടും ലോസ് ഇൻ എൻട്രോപ്പി നമ്മൾ നെഗറ്റീവ് ആയിട്ടും എടുക്കാം. കാർനോട്ട് സൈക്കിളിന്റെ പ്രത്യേകത Q1 by T1 is equal to Q2 by T2 ആണ്. ഹിയർ എന്ത് വരുന്ന വെച്ചാൽ നെഗറ്റീവ് വരും, ലോസും ഗെയിനും ഈക്വേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ടോട്ടലി ഇൻഎഫക്ട് എന്ത് വരും, Q1 by T1 is equal to Q2 by T2 is equal to 0. അതായത് ഫോർ എ കാർനോട്ട് സൈക്കിൾ ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദ സൈക്കിൾ is equal to 0 ആണെന്ന് കിട്ടും. സോ ഇനി നെക്സ്റ്റ് നമ്മള് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെയാണ് എൻട്രോപ്പി ചേഞ്ച് നോക്കാം. ഇത് കാർനോട്ട് സൈക്കിൾ ആണ്. സോ ദിസ് ഇസ് എ റിവേഴ്സിബിൾ എഞ്ചിൻ സൈക്കിൾ എങ്ങനെയാന്ന് നോക്കാം. PV ഡയഗ്രാം വരയ്ക്കാം. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ A to B, B to C ആണല്ലോ. ഇതിൽ നമ്മൾ ലാർജ് നമ്പർ ഓഫ് എന്ത് കൺസിഡർ ചെയ്യാം, കാർനോട്ട് സൈക്കിൾസ് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ റിവേഴ്സിബിൾ എഞ്ചിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി മെഷർ ചെയ്യുന്നത്. സോ ലാർജ് നമ്പർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആദ്യത്തില് നമുക്ക് കിട്ടി Q1 by Q2 is equal to Q2 by ഈ ഒരു ടേം, അതായത് Q1 by T1 പ്ലസ് Q2 by T2 എന്ന് പറഞ്ഞാൽ 0 കിട്ടി. അതുപോലെ Q2 by T2 പ്ലസ് Q3 by T3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെ എത്ര ടേം പ്ലസ് ചെയ്താലും എല്ലാ ടേംസും കൂടെ പ്ലസ് ചെയ്താൽ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് സമ്മേഷൻ ഓവർ ആയി Qi by Ti is equal to 0 എന്ന് എഴുതാൻ പറ്റും. I is equal to 1, 2, 3 etc. ഇവിടെ നമ്മള് ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മേഷൻ നമുക്ക് എൻഡായിട്ട് എഴുതാൻ പറ്റും, ഇന്റഗ്രേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ റിവേഴ്സിബിൾ ആയിട്ട് നമ്മൾ ക്ലോസ്ഡ് സർക്കിൾ യൂസ് ചെയ്യാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസിൽ ഇന്റഗ്രൽ ഡെൽറ്റ Q by T എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. ഫോർ എ റിവേഴ്സിബിൾ സൈക്കിൾ ടോട്ടൽ എൻട്രോപ്പി അവർ ക്ലോസ് സൈക്കിൾ എന്താണ്, 0 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് തിയറം ഈസ് നോൺ ആസ് ക്ലോഷ്യസ് തിയറം. ഇനി നെക്സ്റ്റ് നമ്മള് റിവേഴ്സിബിൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെയാ ചേഞ്ച് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, 2 എഞ്ചിൻ എടുത്ത ഓർമ്മയുണ്ടല്ലോ. കാർനോട്ടിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഞ്ചിൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഇറിവേഴ്സിബിൾ എഞ്ചിനും ഇറിവേഴ്സിബിൾ എഞ്ചിനും. അപ്പൊ ഇറിവേഴ്സിബിൾ എഞ്ചിന്റെ എഫിഷ്യൻസിയാണ് കൂടുതൽ ദാൻ ദാറ്റ് ഓഫ് ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവേഴ്സിബിൾ എഞ്ചിന്റെ എഫിഷ്യൻസിയാണ് ഇറിവേഴ്സിബിളിനെക്കാട്ടും കൂടുതൽ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാർനോട്ടിന്റെ പ്രൂഫിൽ സ്റ്റേറ്റ്മെന്റ് വന്നു, പ്രൂഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എങ്ങനെ ചേഞ്ച് നോക്കാം. അപ്പൊ ഇറിവേഴ്സിബിളിന്റെ എഫിഷ്യൻസി എങ്ങനെ എഴുതാം, 1 minus Q2 by Q2. അതായത് ഇറിവേഴ്സിബിളിനെ ഞാൻ സാധാരണ എഞ്ചിനായിട്ടും റിവേഴ്സിബിളിനെ ഞാൻ ഒരു കാർനോട്ട് എഞ്ചിനായിട്ട് എടുത്തു. അപ്പൊ ഇറിവേഴ്സിബിളിന്റെ 1 minus Q2 by Q1 വരും, റിവേഴ്സിബിളിന്റെ 1 minus T2 by T1 വരും. അങ്ങനെ ഒരു ഫോർമുല വരാം. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിവേഴ്സിബിളിന്റെ എഫിഷ്യൻസിയാണ് ഇറിവേഴ്സിബിളിനെക്കാട്ടും കൂടുതൽ. അപ്പൊ T1 minus T2 by T1 എന്ന് പറഞ്ഞാൽ Q1 minus Q2 by Q1 സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു നെഗറ്റീവ് വരും, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യും, ഗ്രേറ്റർ ദാൻ എന്തായാലും ഈ ചിഹ്നം കണ്ടില്ലേ, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, അപ്പൊ ഇവിടെ ലെസ് ദാൻ ആയിട്ട് വരും. പിന്നെ Q1 by T1 ആക്കാം, Q2 by T2 ആക്കാം. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ Q2 by T2 മൈനസ് Q1 by T1 എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്സിലെ ക്ലോസ്ഡ് ഇന്റർവൽ dq by t എന്താണ്, 0 ആണ്. അതുപോലെ ഫോർ എ ഇറിവേഴ്സിബിൾ എന്താണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഇതാണ് കിട്ടുന്നത്. സോ നമ്മൾ എന്തെല്ലാം പറഞ്ഞു, എൻട്രോപ്പി എന്താന്ന് പറഞ്ഞു, അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ എ കാർനോട്ട് സൈക്കിൾ, റിവേഴ്സിബിൾ സൈക്കിൾ, ഇറിവേഴ്സിബിൾ സൈക്കിൾ എന്താന്ന് ഒബ്റ്റെയിൻ ചെയ്തു.